ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അദ്വൈത് നായർ സംവിധാനം ചെയ്ത് ഈ വരുന്ന ജനുവരി 22 വ്യാഴാഴ്ച തിരഞ്ഞെടുത്ത മലയാള സിനിമയാണ് ചത്ത പച്ച. സംവിധായകൻ അദ്വൈത് നായർ, സനൂപ് തൈക്കടം എന്നിങ്ങനെ രണ്ടുപേരാണ് തിരക്കഥ തയ്യാറാക്കിയിട്ടുള്ളത്. അർജുൻ അശോകൻ, റോഷൻ മാത്യു, വിശാഖ നായർ, ഇഷാൻ ഷൗക്കത്ത് എന്നിവരോടൊപ്പം മമ്മൂട്ടി ക്യാമറ റോളിലും എത്തുന്നുണ്ട്. ആനന്ദ് സി ചന്ദ്രൻ DOPയും പ്രവീൺ പ്രഭാകർ എഡിറ്റിംഗ് നിർവഹിക്കുന്നു. മുജീബ് മജീദാണ് സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുള്ളത്. ഇന്ന് തിങ്കളാഴ്ച വൈകിട്ട് 4:30 ഈ സിനിമയുടെ കേരളത്തിലെ അഡ്വാൻസ് ബുക്കിംഗ് ആരംഭിക്കുകയാണ്. 2 മണിക്കൂർ 14 മിനിറ്റ് 45 സെക്കൻഡാണ് ദൈർഘ്യം. ആദ്യ ദിവസം ഈ സിനിമയ്ക്ക് കേരളത്തിൽ 250ഓളം സ്ക്രീനുകളാണ് ചാർട്ട് ചെയ്തിരിക്കുന്നത്. ആദ്യ പ്രദർശനം ആരംഭിക്കുന്നത് രാവിലെ 10 മണിക്കുമാണ്. വേഫെയർ ഫിലിംസാണ് ഈ സിനിമയുടെ വിതരണം ഏറ്റെടുത്തിട്ടുള്ളത്. അരുൺ അനിരുദ്ധൻ സംവിധാനം ചെയ്യുന്ന ഒരു ആക്ഷൻ ത്രില്ലർ സിനിമയാണ് അതിരടി. അരുൺ അനിരുദ്ധൻ, പോൾ സൺസ്കറിയ എന്നിവരാണ് ഈ ചിത്രത്തിന് തിരക്കഥ തയ്യാറാക്കിയിട്ടുള്ളത്. ചിത്രത്തിൽ ടോവിനോ തോമസ്, ബേസിൽ ജോസഫ്, വിനീത് ശ്രീനിവാസൻ എന്നിങ്ങനെയാണ് പ്രധാന താരങ്ങൾ. 2026 മെയ് 14 റിലീസിംഗ് തീരുമാനിച്ചിരിക്കുന്ന ഈ സിനിമയുടെ ടോവിനോ തോമസിന്റെ ശ്രീകുട്ടൻ വെള്ളായണി എന്ന ക്യാരക്ടർ പോസ്റ്റർ ഇന്നലെ പുറത്തു വന്നിട്ടുണ്ട്. ദുൽഖർ സൽമാൻ നായകനായി നഹാസ് ഹിദായത്ത് സംവിധാനം ചെയ്യുന്ന ഐ ആം ഗെയിം എന്ന സിനിമ ഓണം റിലീസായാണ് തീരെടുക്കുന്നത്. ചിത്രീകരണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഈ സിനിമയുടെ ഷൂട്ടിംഗ് ജോലികൾ ഈ വരുന്ന ഫെബ്രുവരി അവസാനത്തോടെ പൂർത്തിയാക്കും എന്ന അപ്ഡേറ്റ് ഇന്നലെ പുറത്തു വന്നിട്ടുണ്ട്. ആന്റണി വർഗീസ് പെപ്പെ, മിസ്കിൻ, കതിർ, സംയുക്ത എന്നിങ്ങനെയാണ് മറ്റ് പ്രധാനപ്പെട്ട താരങ്ങൾ. നിവിൻ പോളി നായകനെ അഖിൽ സത്യൻ തിരക്കഥ സംവിധാനം ചെയ്ത് ഡിസംബർ 25 ക്രിസ്മസ് റിലീസായി തിരഞ്ഞെടുത്തി ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടുന്ന മലയാള സിനിമയാണ് സർവമായ. ചിത്രം ശനിയാഴ്ച വരെയുള്ള ആദ്യ 24 ദിവസം കൊണ്ട് കേരളത്തിൽ 72,35,00,000 രൂപയായിരുന്നു കളക്ട് ചെയ്യുന്നത്. ഇന്നലെ ഞായറാഴ്ച ഈ സിനിമ കേരളത്തിൽ 1,90,00,000 റേഞ്ചിലാണ് നേടിയെടുത്തിരിക്കുന്നത്. അങ്ങനെ 74,25,00,000 റേഞ്ചിലാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ എത്തിച്ചേർന്നിട്ടുള്ളത്. വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ 174 കോടി റേഞ്ചിലും എത്തിച്ചേർന്നിട്ടുണ്ട്. നിഖില വിമൽ നായകയായി ഫെബിൻ സിത്താർ സംവിധാനം ചെയ്ത് ജനുവരി 10 ശനിയാഴ്ച തിരഞ്ഞെടുത്തി മികച്ച അഭിപ്രായം നേടുന്ന മുന്നേറിക്കൊണ്ടിരിക്കുന്ന മലയാള സിനിമയാണ് പെണ്ണ് കേസ്. ചിത്രം ആദ്യ ശനിയാഴ്ച വരെയുള്ള 8 ദിവസം കൊണ്ട് കേരളത്തിൽ 1,61,00,000 രൂപയായിരുന്നു കളക്ട് ചെയ്യുന്നത്. 9ാം ദിവസം ഇന്നലെ ഞായറാഴ്ച ഈ സിനിമയുടെ കേരള കളക്ഷൻ 14,00,000 റേഞ്ചിലാണ്. ആദ്യ 9 ദിവസം കൊണ്ട് അങ്ങനെ കേരളത്തിൽ 1,75,00,000 രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. സിനിമയുടെ 9 ദിവസത്തെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 2,15,00,000 റേഞ്ചിലുമാണ്. സംക്രാന്തി റിലീസായി ജനുവരി 15 വ്യാഴാഴ്ച തിരഞ്ഞെടുത്തി വമ്പൻ തരംഗമായി മുന്നേറിക്കൊണ്ടിരിക്കുന്ന തമിഴ് സിനിമയാണ് തലൈവര തമ്പി തലൈമയിൽ അഥവാ TTT. നിതീഷ് സഹദേവ് തിരക്കഥ സംവിധാനം ചെയ്ത ഈ സിനിമയിൽ ജീവ, പ്രാർത്ഥനാനാഥൻ, തമ്പി രാമയ്യ എന്നിങ്ങനെയാണ് പ്രധാന താരങ്ങൾ. ഈ സിനിമ വ്യാഴം, വെള്ളി, ശനി, ഞായർ എന്നിങ്ങനെ ആദ്യ 4 ദിവസം കൊണ്ട് കേരളത്തിൽ 61,00,000 രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. ആദ്യ 4 ദിവസത്തെ ഈ സിനിമയുടെ തമിഴ്നാട് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 16 കോടി റേഞ്ചിലാണ്. വേൾഡ് വൈഡ് കളക്ഷൻ 20 കോടിക്ക് മുകളിലും പ്രതീക്ഷിക്കുന്നുണ്ട്. ചിരഞ്ജീവി നായകനായി അനിൽ രവിപൂടി തിരക്കഥ സംവിധാനം ചെയ്ത് ജനുവരി 12 തിങ്കളാഴ്ച തിരഞ്ഞെടുത്ത് ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ വമ്പൻ തരംഗമായി മുന്നേറിക്കൊണ്ടിരിക്കുന്ന തെലുങ്ക് സിനിമയാണ് മന ശങ്കരവര പ്രസാദ് ഗാരു. എല്ലാ ദിവസത്തെയും പോലെ ഈ സിനിമയുടെ ഒഫീഷ്യൽ പോസ്റ്റർ ഇന്നലെയും പുറത്തു വന്നിട്ടുണ്ട്. ശനിയാഴ്ച വരെയുള്ള 6 ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി 261 കോടി നേടിയെടുത്തു എന്ന പോസ്റ്ററാണ് പുറത്തു വന്നിട്ടുള്ളത്. എന്നാൽ ട്രാക്കേഴ്സ് കണക്ക് പ്രകാരം ഈ സിനിമ 6 ദിവസം കൊണ്ട് നേടിയെടുത്തിരിക്കുന്നത് 202 കോടി രൂപയാണ്. 7ാം ദിവസമായി ഇന്നലെ ഞായറാഴ്ചയുടെ വേൾഡ് വൈഡ് കളക്ഷനായി 223 കോടി റേഞ്ചിലാണ് ഈ സിനിമ എത്തിച്ചേർന്നിട്ടുള്ളത്. ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കും. ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.